എല്ലാവർക്കും നമസ്കാരം. ഒരു ലംബോർഗിനി കാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചു തരാനാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഒരു കാലത്ത് ദുബൈയിലെ രാജാവിനെ കണക്ക് റോഡിൽ കൂടെ ഓടി നടന്ന ഒരു കാറാണ് ഇപ്പൊ ആർക്കും വേണ്ടാതെ പൊടിയടിച്ച് മഞ്ഞും അടിച്ച് വെയിലും കൊണ്ട് ഇങ്ങനെ റോഡരികിൽ ഉപേക്ഷിച്ച രീതിയിൽ കാണപ്പെട്ടത്. നാട്ടിൽ ഏകദേശം 5 കോടി രൂപ അടുപ്പിച്ച് വിലയിരുന്ന ഈ കാറാണ് ഇങ്ങനെ കിടക്കുന്നത്. ഒരു കാർ പ്രേമിയല്ല, ഒരു സാധാരണ ആൾക്കാർക്ക് വരെ കണ്ടാൽ വിഷമം തോന്നും. ഇത് ഇത്രയും വില കൂടിയ കാർ എന്തിനായിരിക്കും ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോയെന്നൊരു ചിന്തിക്കും. ദുബൈയിൽ ഇവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിൽ, UAE പല സ്ഥലങ്ങളിൽ ഇത് കണക്കത്തെ സ്പോർട്സ് കാർ, ലക്ഷറി കാറുകളൊക്കെ ഇങ്ങനെ ഉപേക്ഷിച്ച രീതിയിൽ കാണാൻ കഴിയും. അതിന് പല കാരണങ്ങളുണ്ട്. ഒരു കാരണമായിട്ട് പറയുന്നത്, ഈ വലിയ വലിയ ആൾക്കാർ വലിയ വലിയ ബിസിനസ് ലോണുകൾ എടുക്കും. ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് വലിയ വലിയ ലോണുകൾ എടുക്കും. മില്യൺ ദിർഹംസിന്റെ ഒക്കെ ലോൺ എടുക്കും. അപ്പം അവർക്ക് ബിസിനസ് നഷ്ടമാകുമ്പോഴത്തേക്ക് അവർക്ക് വേറൊരു വഴി കാണില്ല. അവർക്ക് പെട്ടെന്ന് ഈ നാട് ഉപേക്ഷിച്ചിട്ട് അവരെ സ്വന്തം നാട്ടിലോട്ട് പോകാനേ വഴി കാണുള്ളൂ. അല്ലെങ്കിൽ ഈ വലിയ ഹൈ ക്ലാസ് കമ്പനിയിലൊക്കെ വലിയ പൊസിഷനിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ സാലറിയും ഹെവി സാലറി ആയിരിക്കും. പെട്ടെന്ന് അവരുടെ ജോലിയൊക്കെ നഷ്ടപ്പെടുമ്പോഴത്തേക്ക് എല്ലാം ലോണായിരിക്കും. അവരെ വീട് ലോണായിരിക്കും, ചിലപ്പം കാർ ലോണായിരിക്കും. ചിലപ്പോൾ അത് പെട്ടെന്ന് ലോൺ പേയ്മെന്റ് അടയ്ക്കാൻ കഴിയാതെ വരുമ്പോഴത്തേക്ക് 2-3 ദിവസമൊക്കെ റെന്റൊക്കെ വൈകുമ്പോഴത്തേക്ക് അത് വലിയൊരു എമൗണ്ട് ആവും. അപ്പോൾ അവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇത് കണക്ക് റോഡരികിൽ എവിടെയെങ്കിലും ഒതുക്കിയിട്ടിട്ട് അവർ പോവുകയാണ് ചെയ്യുന്നത്. അവർക്ക് വേറൊരു നിവൃത്തി കാണില്ല. ഇത്രയും നമുക്ക് തന്നെ കാണുമ്പോഴത്തേക്ക് വിഷമമാവുമെങ്കിൽ ഇത് സ്വന്തമാക്കി കൊണ്ട് നടന്നവർക്ക് ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകാനൊന്നും മനസ്സ് കാണില്ല. പക്ഷെ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവർ ഇങ്ങനെ കളഞ്ഞിട്ട് പോകുന്നതെന്നാണ് പറയുന്നത്. കൊറോണ സമയത്ത് ദുബായ് എയർപോർട്ടിനകത്ത് പാർക്കിംഗ് സ്ലോട്ടിൽ ഏകദേശം 5000 സ്പോർട്സ് ലക്ഷറി കാറുകൾ ഇത് കണക്ക് ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ട്. അതും ഇത് കണക്കാണ്. കൊറോണ സമയത്ത് ബിസിനസ് ഡൗൺ ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുമ്പോൾ വേറൊരു ഓപ്ഷൻ ഇല്ല. ആ സമയത്ത് വേറൊരു ജോലി കിട്ടാനും ഓപ്ഷൻ ഇല്ല, ബിസിനസ് എന്ന് രക്ഷപ്പെടുമെന്നൊരു ഓപ്ഷനും ഇല്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഉപേക്ഷിച്ചിട്ട് പോയ അവരുടെ കണക്കായിരുന്നു അത്. 5000 കാറുകൾ അവരെ പാർക്കിംഗ് സ്ലോട്ടിൽ മാത്രം ഉപേക്ഷിച്ച് പോയിട്ട് ആയിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് നാളിങ്ങനെ കിടക്കും ഈ കാറ്. ഇത് കഴിഞ്ഞിട്ട് ഇതിപ്പോ ഇത്തിരി ഒരു ലക്ഷറി ഏരിയയാണ്. അതുകൊണ്ടാണ് ഇത് ഞാൻ ഏകദേശം 1 മാസം 1.5 മാസമായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അല്ലെങ്കിൽ സാധാരണ ഒരു ലോക്കൽ പെയ്ഡ് പാർക്കിംഗ് ഉള്ള ഏരിയയിലൊക്കെയാണ് ഇങ്ങനെ കാർ കിടക്കുന്നതെങ്കിൽ അവർ കുറച്ച് ദിവസം നോക്കും. മുനിസിപ്പാലിറ്റി വന്നിട്ട് ഇങ്ങനെ പൊടിയൊക്കെ അടിക്കുമ്പോഴത്തേക്ക് അവർ വന്നിട്ട് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് പോകും ഗ്ലാസ്സിൽ, ഫ്രണ്ട് ഗ്ലാസ്സിൽ. അത് കഴിഞ്ഞ് ആ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരാഴ്ചയാണ് സമയം. ആ ഒരാഴ്ചക്കുള്ളിൽ ഈ കാർ മാറ്റിയില്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ വണ്ടി വന്ന് റിക്കവറി വന്നിട്ട് ഈ കാറിനെ എടുത്തിട്ട് അവരെ കസ്റ്റഡിയിലോട്ട് എടുക്കും കാറിന്. പിന്നെ ഈ കാർ വേണമെങ്കിൽ തന്നെ തിരിച്ച് വന്നിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്ത് എവിടെയാണ് കിടക്കുന്നത് കണ്ടുപിടിച്ചിട്ട് അവിടെ പോയി ഫൈനെല്ലാം അടച്ചിട്ട് വേണം കാർ തിരിച്ചെടുക്കാൻ. അപ്പം ഇത് ഇങ്ങനത്തെ ഒരു സ്ഥലത്തായതുകൊണ്ടാണ് കാർ ഇത്രയും നാളായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. ഇത് കണ്ടപ്പോഴത്തേക്ക് ഒരു വിഷമം തോന്നി, അങ്ങനെ എടുത്തതാണ് വീഡിയോ. ഇവിടെ മാത്രമല്ല, പല സ്ഥലത്തും ഉണ്ട് കേട്ടോ. ഇതിനെക്കാട്ടിയും കൂടിയ കാറുകൾ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.